is me, Anaga Sebastian, and Anita Alfonso Beneath here. അപ്പോൾ ഇന്ന് നമുക്കറിയാം സെപ്റ്റംബർ 5 അതെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ടീച്ചേഴ്സ് ഡേ. അറിവിൻ്റെ ആദ്യക്ഷരം പകർന്നു നൽകിയ എല്ലാ അധ്യാപകരെയും നമുക്ക് ഓർക്കാം, നമുക്ക് അവരെ ഒരുപാട് സ്നേഹിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം നമ്മൾ ചെറുപ്പം തൊട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേജ് എത്തിയവർ വരെ നമ്മൾ ഇൻസ്പയർ ചെയ്ത ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടാകും. അവരെക്കുറിച്ചുള്ള കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസും മൊമെന്റ്സും ഒക്കെ ഉണ്ടാകും. സോ നമ്മളതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ റീകളക്ട് ചെയ്തിട്ട് നോക്കണം അല്ലേ എനിക്ക്? അതെ, അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്നാണ് ടീച്ചേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാറ്. അപ്പം നമുക്ക് ഇന്ന് ടീച്ചേഴ്സിന്റെ സൈഡിൽ അവരെങ്ങനെയാണ് ഈ പ്രൊഫഷനോട് എത്തിയതെന്നും അവർ ഇൻസ്പയർ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നും നമുക്കറിയാം. Teachers, thank you for being the best forever and a very happy Teachers Day, and we love you all. Good morning to one and all. And I've been asked and approached by some of the students to give a message on this Teachers Day. They gave me a wonderful question that what you feel in teaching experience. It's a rewarding experience for me because of certain reasons. Always, feel joy when you see the students. And that makes us to take our back memories always. And because of this newer generation at the less aged group, even the experienced faculty as a teacher like me of 50 years, always we feel young, like 25 years. That kind of fascinating things happens when this kind of Teachers Day celebrates by the students on stage. I'm very fortunate that in my institution all are young and wonderful chaps. That brings me more interesting way to interact with them. And moreover that, it's a many time when we explain our complex ideas towards the students in class teaching, if they get those points in a very clear-cut manner, that day becomes a most memorable day for each teacher, which I believe on that. So I feel teachers' life is a wonderful life. That experience is something, a heavenly life that I can say right now in this video. Thank you. അനീറ്റ എനിക്ക് വൈകിട്ടായപ്പോൾ മെസ്സേജ്, മിസ്സേ എനിക്കൊരു വീഡിയോ ചെയ്ത് തരുമോ, നാളെ ടീച്ചേഴ്സ് ഡേ അല്ലേന്ന് ചോദിച്ചു. ഈ വീഡിയോ എവിടെയാണ് ഇടാൻ പോകുന്നത്, എന്തിനാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. പക്ഷേ എനിക്ക് അനീറ്റ ഒരു 5 ക്വസ്റ്റ്യൻ തന്നിട്ട് ഈ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ 5 ക്വസ്റ്റ്യനും വായിച്ചപ്പോൾ 5 ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്യാം, നല്ല ക്വസ്റ്റ്യൻസ് ആണല്ലോ എന്ന് വിചാരിച്ചു. അത് എവിടെയാണ് ഇടുന്നത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതിനകത്ത് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ്. എല്ലാ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ആദ്യം തന്നെ നീരാണ്. അപ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഹു ഈസ് യുവർ ഫേവറേറ്റ് ടീച്ചർ എന്നുള്ളത്. ആരാണ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചർ എന്നാണ് ആ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മളെ ഇൻസ്പയർ ചെയ്ത ഒന്നോ അതിലധികമോ ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ LKG മുതൽ PG വരെ എന്നെ പഠിപ്പിച്ച ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ട്. എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ. എന്നാലും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു അധ്യാപകനുണ്ടാവും. അതെൻ്റെ പ്രിൻസാറാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ നിർമ്മലയിൽ പഠിക്കുമ്പോൾ, ഞാൻ നിർമ്മലയിലാണ് ഡിഗ്രി പഠിച്ചത്. അപ്പോൾ ഡിഗ്രി പഠിക്കുമ്പോൾ നിർമ്മലയിൽ ആർട്സ് കോളേജിലാണ്. അവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെ HOD ആയിരുന്നു സാറ്. സാറാണ് എൻ്റെ മോസ്റ്റ് ഇൻസ്പയറിങ് ടീച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പേര് സാറിൻ്റേതായിരിക്കും. കാരണം സാറിനെ ശരിക്കും എനിക്കൊരു ഗൈഡിങ് ലൈറ്റ് എന്ന് തന്നെ വിളിക്കാം. എനിക്ക് മാത്രമല്ല സാറ് പഠിപ്പിച്ചിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണെന്ന് നമ്മളെ കാണിച്ചു തരുന്നവരാണ് അധ്യാപകർ. നീ ഇന്ന വഴിയേ പോകണം എന്ന് പറയുന്നവനല്ല, നേരെ മറിച്ച് നമ്മൾ എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ആളാണ് നമ്മുടെ ടീച്ചർ എന്ന് പറയുന്നത്. നമ്മളെ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യം അവർ ചെയ്യിക്കില്ല, പക്ഷെ നമ്മളെ ഗൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ എന്നുള്ള ആ വാക്ക് തന്നെ ഗൈഡിങ് ലൈറ്റ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ സാറാണ് എൻ്റെ കാലിബർ, എൻ്റെ കഴിവുകൾ, എൻ്റെ കഴിവുകേടുകൾ ഒക്കെ എന്നെക്കാളും നന്നായി മനസ്സിലാക്കിയിരുന്ന, അതൊക്കെ എനിക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കി തന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും സാറിപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല, സാറ് പുറത്തേക്ക് പോയി. എന്നാലും ഇപ്പോഴും ഒരു അഡ്വൈസ് വേണമെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റ് എനിക്ക് വരികയാണെങ്കിൽ അതൊക്കെ വിളിച്ചു പറയണം അല്ലെങ്കിൽ ചോദിക്കണം എന്നൊക്കെ എനിക്ക് തോന്നുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ പ്രിൻസാറാണ് എൻ്റെ ഫേവറേറ്റ് ടീച്ചർ. സാറ് മാത്രമല്ല കേട്ടോ, ഒത്തിരി പേരുണ്ട്. PGക്ക് എന്നെ പഠിപ്പിച്ചു. എൻ്റെ ഫ്രാൻസിസ് അച്ഛനും എൻ്റെ ഫേവറേറ്റ് ടീച്ചറാണ്. ഇപ്പോഴും അതെ, ഒരു അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം, എന്നെ നന്നായി അറിയാവുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു നല്ല അധ്യാപകൻ എങ്ങനെയാവണമെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ ഒരു ഇൻസ്പിറേഷൻ എന്ന രീതിയിൽ കാണുന്ന ആൾക്കാരാണ്.
സോ ടീച്ചേഴ്സ് ഡേ എന്ന് പറയണത് എപ്പോഴത്തെ പോലും സ്പെഷ്യൽ ഡേ തന്നെയാണ്. ചെറുപ്പത്തിലായിരുന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിൻ്റെയൊക്കെ സ്റ്റാഫ് റൂമിൽ ഒരു പേനയോ ഒരു റോസ് ഫ്ലവറോ ഒക്കെ വെച്ച് അവർക്കൊരു സർപ്രൈസ് കൊടുക്കുക ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ആൻഡ് ഇപ്പോൾ ടീച്ചർ ആയതിനു ശേഷം എനിക്ക് എപ്പോഴും ഓർക്കുന്നൊരു മൊമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചിങ് പ്രൊഫഷനിലെത്തി 1 ഇയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് ഡേ വന്നു. ഫസ്റ്റ് യൂഷ്വലി നമ്മളെല്ലാ ടീച്ചേഴ്സിനും ഹാപ്പി ടീച്ചേഴ്സ് ഡേ അയക്കാറുണ്ട്, താങ്ക് യു അവരും അയക്കാറുണ്ട്. പക്ഷേ ആ ഒരു വർഷം ഞാൻ എൻ്റെ ഒരു സാറിന് ഞാനിങ്ങനെ അയച്ചു, സാർ ഹാപ്പി ടീച്ചേഴ്സ് ഡേ. സാർ എനിക്ക് തിരിച്ച് റിപ്ലൈ ഇട്ടു, താങ്ക് യു ആൻഡ് സെയിം ടു യു. സോ അത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു ആ ഒരു സെയിം ടു യു എന്നുള്ളത്. Fellow teachers and dear students, today we celebrate a profession that shapes the future, inspiring young minds and foster growth. On this special occasion, I would like to talk about an extraordinary individual who has made a profound impact on my life. My inspired teacher, Miss Shirley Paul, class teacher of 8th standard. Now definitely the next question that will arise on everyone's mind will be why or what made me inspired. The quality which I love in her was her ability to treat every student equally or as her own child. And I still remember those days. She begins the class with a short prayer. She gave enough freedom to approach her, to talk, to discuss. Her capability to identify the strength and weaknesses, provide all of us with adequate advices, sufficient care, and a lot more to describe regarding her qualities. To me, she was my mentor, role model, guardian, friend, and a guiding light. I want to say thank you once again for being an inspiration to me. Thank you for believing in me, for challenging me, and for helping me to grow. You are the embodiment of an inspired teacher, and I am so grateful to have had that privilege of being your student. Now, regarding my passion for teaching, first and foremost, I love teaching because it is a great mission that shapes the character, caliber, and future of an individual, and also to transform the students into a creative and enlightened citizen. If people remember me as a good teacher, then that will be definitely a biggest honor for me. And as we all know, teaching is not just a job. It is a calling, a passion, and commitment to make a difference. We nurture curiosity, creativity, and critical thinking among students. We guide our students through challenges and triumphs, believe in your potentials, and take pride in their achievements. To my fellow teachers, I salute you for your dedication, perseverance, and love for teaching. Let us continue to support each other and share our ideas and grow together. To our students, I say thank you for being our inspiration, our motivation, and our joy. Keep learning, growing, and exploring. Thank you for recognizing the value of teachers and the impact we have on society. Thank you so much to 6 MBPharm students for giving me this opportunity, and wishing all the teaching faculties of Nirmala College of Pharmacy a happy Teachers' Day. Thank you. Dear teachers, today we celebrate your dedication, patience, and unwavering support. You are the pillars of knowledge, guiding us through this life's journey. Your selflessness, encouragement, and passion for teaching have shaped us into what we are today. Thank you for being our role models, mentors, and friends. Your impact extends beyond the classroom, inspiring us to grow, learn, and succeed. We really appreciate your tireless efforts and commitment to education. You truly make a difference. To all the teachers out there, I wish Happy Teachers' Day. Hi, I'm Imani, and I had my studies up to 10th I studied in CBSE school, but it was not affiliated. And when I was in 8th, there came a teacher named Vinita ma'am who changed, or she was the breakthrough of our school.
because even though we were in a CBSE school, I never knew to speak even a word in English. We were so pathetic in using English language. But if I am speaking like this nowadays, then all the compliments goes to Vinita ma'am. She not only taught us about English language or something, she really molded us to be a good human being. She taught me to smile whenever you see somebody. She taught me to be courageous. She taught me to be confident enough. Some of you may know that I'm also working as an RJ and all nowadays. So the basic quality that you need to speak like this is the communication skill. And I studied all these things from her. So now if I'm able to speak like this to you, and if I'm able to stand in front of you like this to you, it's only because of her. That doesn't mean that I'm always in contact with her, but whenever I hear a name teacher, that's only and always about Vinita ma'am. So I'm so grateful to have her in my life, because she was the breakthrough, and she has the influence on me, as now I'm speaking to you like this. Thank you. And I wish everybody a happy Teachers' Day. എനിക്ക് ടീച്ചറാകാനാണ് ആഗ്രഹം. കാരണം എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ടീച്ചറിൻ്റെ പേരാണ് മിസ്സസ് ഫിനു. എൻ്റെ ഫിസിക്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു മിസ്സാണ്. ഫിനൂസിൻ്റെ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചിനെ സ്പെഷ്യലായിട്ട് എങ്ങനെ കൺസിഡർ ചെയ്യുന്നു, ഓരോരുത്തരെയും എങ്ങനെ കൺസിഡർ ചെയ്യും, അവരിൽ ഫിസിക്സിനെ പറ്റി എങ്ങനെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കും, അതിനെപ്പറ്റി കൂടുതൽ അറിവ് നേടാൻ എങ്ങനെ സഹായിക്കും, അതുപോലെ വെച്ചിട്ട് പഠിത്തമല്ലാതെ പുറത്തുനിന്നുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം എങ്ങനെ ചെയ്യാമെന്നുള്ളതും, അതും പോരാൻ വെച്ചിട്ട് നമ്മളുടെ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിനും ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം മിസ്സ് എല്ലാവരിലും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അന്നേരത്തിന് ഈ മിസ്സിൻ്റെ ഈ ക്വാളിറ്റീസൊക്കെ എന്നെ ഒരു ടീച്ചറാകാൻ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. താങ്ക്സ്.